സിനി ചേച്ചി വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. കബീർക്ക വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. പക്ഷെ ഇങ്ങനെ എല്ലാവരും ഞാൻ ആദ്യം കണ്ടപ്പോ രൂപം, ഇപ്പൊ രൂപമൊക്കെ അങ്ങ് മാറി നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഫിഗർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? മനസ്സിലായോ? പിന്നെ ക്യാരക്ടർ തന്നെ അല്ലേ? ആ ഒരു വന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പൊ രണ്ടുപേരും പാട്ടിന്റെ ലോകത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. സിരി ചേച്ചിയുടെ പ്രത്യേകത എന്താന്ന് പറയുക, പാടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇത് ഓൾറെഡി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സിനി ചേച്ചിയുടെ ഒരു പാട്ട്, ഒരു ടെസ്റ്റ് ഡോസ് ആദ്യം പാടട്ടെ. അപ്പൊ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോഴാണ് കൗതുകം. കണ്ടാൽ മനസ്സിലാവും. അതെ, പാട്ടായിരിക്കും പാടുന്നത്, മാപ്പിള പാട്ടുകളാണ് പാടുന്നത്. സിനി ആരുടെ പാട്ടായിരിക്കും? സിനി ചേച്ചിയുടെ ഒറിജിനൽ വോയിസിലാണ് അങ്ങ് പാടാൻ പോകുന്നത്. ആ, അത് എന്നാന്ന് കേട്ടോ. പക്ഷെ അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞു തരേണ്ടത്. അപ്പൊ സിരി ചേച്ചിയും തുടങ്ങാം. ഓക്കെ. ആരുടെ വോയിസ് ആണെന്നൊക്കെ ഞാൻ ചോദിക്കേണ്ട കാര്യം ഇല്ലല്ലോ. ആ പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഇനി സിനി ചേച്ചിയുടെ ഒറിജിനൽ വോയിസ് തന്നെയാണോ ഇതെന്നുള്ള ഞാൻ. സിനി ചേച്ചി തിരുവല്ലയിൽ എവിടെയാ? ഞാൻ കുറ്റൂര്. ഓക്കെ. ഇതെങ്ങനെയാണ് ഇങ്ങനെ പാടിയപ്പോൾ നമ്മുടെ സുജാത മാമിന്റെ സൗണ്ട് ആണ് ഉള്ളതെന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നേരത്തെ ഞാൻ പാടുന്ന സമയത്ത് ഒരു ക്ലാസിക്കൽ ടച്ച് ആയിരുന്നു എൻ്റെ വോയിസ്. സുജാത ചേച്ചിയുടെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, മെലഡി സോങ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചേച്ചിയെ ഞാൻ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. അത് 2018 കണ്ടുമുട്ടി. അതിനുശേഷം എനിക്ക് ഒരു ചേച്ചിയെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ വരികൾ എഴുതി സംഗീതം ചെയ്തു, ഒരു ആൽബം ചെയ്തു. ചേച്ചിയാണ് പാടിയത്. പ്രോഗ്രാമിന് പാടാറുണ്ട്, പക്ഷെ ഈ സൗണ്ട് ആണെന്ന് വെച്ച് ആരും കൂടുതലായിട്ട് വിളിക്കാറില്ല. കാരണം ഇമിറ്റേറ്റിംഗ് ആണ് എന്നാണ് കരുതുന്ന പലരും. പക്ഷെ എന്റെ ഒറിജിനൽ വോക്കലാണ്. അല്ല, ഇതേ നമ്മൾ പറയല്ലേ ചേട്ടാ, ഒരാളെപ്പോലെ 7 പേരുണ്ടെന്ന് പറയുമല്ലോ, അതേപോലെ തന്നെ ശബ്ദത്തിലുണ്ട്. ഞാൻ പറയട്ടെ, SPBയും മനോയും എന്താണ് അല്ലേ? പല പാട്ടുകളേ, തുളിയിലെ ആടവന്താൽ എന്നുള്ള പാട്ടില്ലേ, ഞാൻ ഈയിടെ വരെ വിചാരിച്ചിരുന്ന SPB ആണെന്ന്. മനോ പാടിയ പാട്ടാ. ഞാന് വീടമേ അല്ല, ഞാൻ സംഭവം കേട്ടോ. കൊള്ളാം, സൂപ്പർ ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് ഇതെന്തെങ്കിലും സാമ്യം തോന്നിക്കുന്നുണ്ടോ? പാടട്ടെ. ഗെറ്റപ്പ് ഓക്കെ ആണ്. ഇനി നമ്മൾ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. എരിഞ്ഞോളി മൂസ സാറിന്റെ ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. മാപ്പിള പാട്ടിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതും. അപ്പൊ ഇനി നമുക്ക് മാപ്പിള പാട്ട് കേൾക്കാം. മെഹ്റാജ് രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ. മെഹ്റാജ് രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ. കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കുളിരിൽ കുളിക്കുന്ന കാറ്റേ. മിറാജ് രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ. സൂപ്പർ. എരിഞ്ഞോളി മൂസക്കൊക്കെ ആയിട്ട് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം മൂസക്കാട് ചോദിച്ച വേണ്ട 1000-ൽ-അധികം തവണ ഗൾഫിൽ പ്രോഗ്രാമിന് പോയിട്ടുള്ള ഒരാളാണ് എരിഞ്ഞോളി മൂസക്ക. അത്രയും അധികം ഷോ, ആഴ്ചയിൽ ഷോയ്ക്ക് പോവാ വരിക അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആരാധകരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം ലക്ഷക്കണക്കിന് ആരാധകരുള്ളൊരു ആളാണ്. എന്തായാലും താങ്ക് യു. അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മുടെ ഈ വേദിയിൽ ഇവിടെ വീണ്ടും കൊണ്ടുവന്നതിന് ഒരുപാട് അതുപോലെ മൂസക്കയുടെ കൂടെ ഒരുപാട് പരിപാടികൾ നടത്താനുള്ള അവസരം ഈ എളിയവനെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി കൊള്ളാം. നമുക്ക് ഒരു ഗാനം കൂടെ കേട്ടാലോ? മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള, കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള, കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി, വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ്
ഏതാണീ രാജാത്തി. 5-ാം ദിവസത്തെ അമ്പിളി പോലുള്ള അധരാലയത്തിലെ സ്വർണ്ണ ചഷകത്തിൽ 5-ാം ദിവസത്തെ അമ്പിളി പോലുള്ള അധരാലയത്തിലെ സ്വർണ്ണ ചഷകത്തിൽ അറ്റിക്കുറുക്കി വെച്ചുള്ള പഞ്ചാമൃതം വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണീ രാജാത്തി. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി. മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തി. ഏതാണീ രാജാത്തി. ഗംഭീരായിരുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. ശരിക്കും ചേട്ടൻ വരുന്നത് കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഓക്കെ, ഇങ്ങനെ പെർഫോമൻസ് ആയിട്ട് തന്നെയാണോ അതോ അല്ലാണ്ട് പ്രൊഫഷണലി വേറെ വർക്കോ കാര്യങ്ങളും? എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഓട്ടോ ഓടിക്കുന്നു. അതിനിടയിൽ എന്റെ പ്രോഗ്രാം കിട്ടുന്നുണ്ട്, പ്രോഗ്രാമിന് പോകുന്നു. ആണ്. അപ്പൊ ഈ ഓട്ടോ ഓടിക്കുന്നത് ഏത് പരിസരങ്ങളിലൂടെയാണ്? കൊണ്ടോട്ടി ഏരിയയില് എന്റെ കുന്നുംപുറം എന്ന് പറയും. ചേട്ടാ പ്രോഗ്രാമിന് മുമ്പോ ഇതേ വേഷത്തിൽ തന്നെയാണ് എല്ലായിടത്തും പോയി പാട്ട് പാടുന്നത്? എന്റേതായ ഒരു വേഷത്തിലാണ് പോവാ. പക്ഷെ മൂസക്കയുടെ വേഷം ഇടുമ്പോൾ ഈ വേഷത്തിൽ പോയിട്ട് പാടും. മൂസക്കയുടെ പാട്ടുകൾ മാത്രമാണോ പാടുന്നത്? അല്ല, എല്ലാ പാട്ടും, എല്ലാ അടിപൊളി ഫാസ്റ്റ് എല്ലാ സംഭവം. ഈ കൂട്ടത്തിൽ എനിക്ക് 1-2 ആളുകളോട് ഒരു നന്ദി പറയണം. എനിക്ക് MAS കുട്ടൻ എന്ന് പറയും, ലൈറ്റ് ആൻഡ് സൗണ്ട് നടക്കുന്ന. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് എനിക്ക് വരാനുള്ള ഒരു കാരണക്കാരൻ MAS കുട്ടനാണ്. ഞാൻ ഇതുവരെയായിട്ട് ഇത്രയും വലിയൊരു ഫ്ലോറിലേക്ക് കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് കയറുന്നത്. പിന്നെ ബാബു ഏട്ടൻ, കുന്നുംപുറത്ത് എൻ്റെ ഗുരുനാഥൻ, എൻ്റെ നാട്ടുകാരെല്ലാവരും എനിക്ക് ഈ പരിപാടിക്ക് നല്ല സപ്പോർട്ടാട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും സിനി ചേച്ചി റെഡിയാണോ? റെഡി. ഇനി ചേച്ചിയുടെ ഗാനങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മാസ്റ്റേഴ്സ്, സിനി ചേച്ചിയുടെ പാട്ട് നമുക്ക് കേൾക്കാം. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മുടിയുര കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ, വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി, അവളെ പനിനീർമലരാക്കി. എക്സ്ട്രാordinary സൗണ്ട്. താങ്ക് യു. ഇവിടെ വേറൊരാളെങ്ങനെയായിരുന്നു എൻ്റെ സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവർക്കൊക്കെ എന്തായിരിക്കും പറയാനുള്ളതെന്ന് കേൾക്കാൻ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ലേ? പാട്ട് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് കേട്ട് പഠിക്കാറുണ്ട്. എന്റെ ദൈവമേ, പാട്ടൊന്നും പഠിച്ചിട്ടില്ലെന്ന്. ഗംഭീരം ഗംഭീരം. ഷാൻചേട്ടാ എന്താ പറയേണ്ടത്? ഗംഭീരമായിരുന്നു രണ്ടുപേരും. ആദ്യം ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സംഗീതം പഠിച്ചിട്ടില്ല എന്ന് പറയില്ല, അതാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ SPB സാറിന്റെ കാര്യം പറയുന്ന പോലെയാണ്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഗംഭീര പാട്ടുകളൊക്കെ പാടിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മ്യൂസിക് പഠിച്ചിട്ടില്ല. എല്ലാവരും പറയും തൈര് കഴിക്കരുത്, ഐസ്ക്രീം കഴിക്കരുത്, ഇതെല്ലാം കഴിക്കരുത് എന്ന് പറയുന്നത് എല്ലാം ഓപ്പോസിറ്റ് ആണ് SPB സാറ്. എന്നിട്ടും അത് ദൈവം അനുഗ്രഹിച്ച് കൊടുക്കുന്നതാണ്, വളരെ ചുരുക്കം പേർക്ക് കിട്ടുള്ളൂ. സിനി മ്യൂസിക് പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. ആ ഒരു ദൈവാനുഗ്രഹം സിനിക്കും ഉണ്ട്. എന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് ചോദിക്കുന്നില്ല, പഠിക്കാൻ പറ്റിയാൽ ഇനിയും പഠിക്കുക എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ സുജാത ചേച്ചി കേട്ടല്ലോ ഈ ശബ്ദം? പിന്നെ കേട്ട് കഴിഞ്ഞപ്പോ പുള്ളിക്കാരത്തിൽ എന്തായിരുന്നു അഭിപ്രായം? ചേച്ചിക്കും അത്ഭുതമായിരുന്നു ഇങ്ങനെ അതേ വോയിസിൽ തന്നെ. കാരണം ചേച്ചിക്ക് ഞാൻ ഏകദേശം 6 മാസം ചേച്ചിയുടെ പാട്ടുകൾ പാടി പാടി വാട്സപ്പിൽ കൊടുത്തതിന് ശേഷമാണ് ചേച്ചിക്ക് മനസ്സിലായി. കാരണം ചേച്ചി ഓർത്തിരിക്കുന്നത് ചേച്ചി പാടിയ പാട്ട് തന്നെ ഞാൻ അയച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് എൻ്റെ വോയിസ് ഞാൻ കൊടുത്തു, ചേച്ചി ഇത് എൻ്റെ പേര് സിനി എന്നാണ്, ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഗായികയാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, മോനെ ഞാനൊരു ചാനലിൽ വരുന്നുണ്ട്, മോൾ എന്നെ കാണാൻ വരണേന്ന്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ കബീർദാസ്
ഭായ് ഗംഭീരമായിരുന്നു ഈ പറഞ്ഞതുപോലെ. മൂസക്കായുടെ ഓർമ്മകൾ വീണ്ടും നമ്മുടെ ഈ വേദിയിൽ കൊണ്ടുവന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതേ എന്നോട് നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കൊണ്ടോട്ടിക്കാരൻ കബീർ എന്റെ കാലം കഴിഞ്ഞാലും എന്റെ പാട്ട് കൊണ്ടു നടക്കാൻ ഒരാളുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അതെ, വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് വേദികൾ കിട്ടട്ടെ കേട്ടോ. ഗംഭീരമായിട്ട് ഇനി ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ സാർ. ആദ്യം പറയാനുള്ളത് കബീർ ഭായിയുടെ പെർഫോമൻസ് ആണ്. വളരെ കൂളായിട്ടാണ് മൂസക്ക വേദിയിലേക്ക് വന്ന് മൈക്കെടുത്ത് ഹലോ എന്ന് വെക്കുമ്പോൾ തന്നെ ആരവമാണ്. അത്ര ഒരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ പോലെ തന്നെ കടന്നുപോയാലും ആ ഓർമ്മകൾ നിലനിർത്താനുള്ള ആരെങ്കിലേക്ക് ഇവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ തുടരട്ടെ. ഒപ്പം തന്നെ നല്ല നല്ല പാട്ടുകൾ പാടാൻ ഇനിയും കൂടുതൽ വേദികളൊക്കെ കിട്ടട്ടെ. അങ്ങയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഓട്ടോക്കാരെ അതുപോലെ മറ്റ് സഹൃദയ സുഹൃത്തുക്കൾ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാം. കൊണ്ടോട്ടിയിലെ എല്ലാ ആളുകളും ഇനി കേട്ടോ, പ്രത്യേകിച്ച് വോയിസ് അനുകരിക്കാതെ അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു അസാധാരണ സംഭവമാണ്. ദൈവത്തിന്റെ ആ ഒരു വരം കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഇനിയും നല്ല നല്ല പാട്ടുകൾ എഴുതാനും സംഗീതം ചെയ്യാനും എനിക്ക് കൂടുതൽ അവസരങ്ങൾ കൂടുതൽ കിട്ടട്ടെ എന്ന് നമ്മൾ പറയുള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പം വിപിൻ ചേട്ടാ ഇവരെല്ലാരും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹിന്ദിയിലെ അതിപ്രശസ്തനായ ഒരു കവിയുടെ പേരാണ് കബീർ ദാസ്. അതെ. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഒരുപാട് പേര് മിമിക്രിക്കാരാണെങ്കിലും ഇപ്പം മണിച്ചേട്ടനാണെങ്കിലും അനുകരിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ പോലത്തെ ഒരാളെ അനുകരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കാണ് കിട്ടിയത്. അതിന് നിങ്ങൾക്ക് ദൈവം അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യിൽ ഒരുപാട് സ്ക്രിപ്റ്റുകളില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒരേ ശബ്ദം ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേച്ചിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെയാണ് ദൈവം കഴിവും തന്നേക്കുന്നത്. അതിനുള്ള ശ്രമം മാത്രം നടന്നാൽ മതി. ഓക്കെ, താങ്ക് യു വിപിൻ ചേട്ടാ. നമ്മുടെ ഈ ഒരു പെർഫോമൻസിന് നമ്മുടെ കബീർ ദാസിനായിക്കോട്ടെ സിരി ചേച്ചിക്കായിക്കോട്ടെ ഇവർക്ക് രണ്ടുപേർക്കും എത്ര സ്റ്റാർസ് വീതമാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ്? ഇവർ ഇനി ഇവിടെ വരേണ്ടതുകൊണ്ട് ഡെഫിനറ്റ്ലി വരേണ്ടത് കൊണ്ട് കൊണ്ടു 4 സ്റ്റാർ. അടിപൊളി. അപ്പൊ രണ്ടുപേർക്കും 4 സ്റ്റാർസ് ഈച്ചാണ് ലഭിക്കുന്നത്. ആൻഡ് വിപിൻ ചേട്ടൻ തന്നെ അതൊന്ന് നൽകുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ കബീർ ദാസിനും നമ്മുടെ സിനി തിരുവല്ലയ്ക്കും ലഭിക്കുന്നു കോമഡി മാസ്റ്റേഴ്സിന്റെ 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബൽ. കൺഗ്രാറ്റുലേഷൻസ്. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന അടിപൊളി ഷർട്ടുകളും ഇവർക്ക് ലഭിക്കുന്നുണ്ട്.